മോർണിംഗ്. സോ മൊഡ്യൂള് ഫോറിനകത്ത് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ടോപ്പിക്കാണ് ആക്സസ് ടു നോൺ ലോക്കൽ ഡാറ്റ ഓൺ ദ സ്റ്റാക്ക്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്റ്റാക്കിനകത്തേക്ക് ആക്ടിവേഷൻ റെക്കോർഡ്സ് ആണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ഡൈനാമിക് സ്റ്റോറേജ് അലൊക്കേഷൻ്റെ ഭാഗമാണ് സ്റ്റാക്ക് അലൊക്കേഷനും ഹീപ്പ് അലൊക്കേഷനും വരുന്നത്. അതിനകത്തേക്ക് സ്റ്റാക്ക് അലൊക്കേഷനകത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഒരു പ്രൊസീജിയർ എപ്പോഴാണ് ആക്റ്റീവ് ആവുന്നത്, ഓരോ പ്രൊസീജിയറിൻ്റെയും ആക്ടിവേഷൻ റെക്കോർഡ്സ് ആണ് ഇതിനകത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, സ്റ്റാക്കിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത്. എപ്പോഴാണ് ആ പ്രൊസീജിയർ അതിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ആ പ്രൊസീജിയറിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവുന്നത്, ആ സമയത്ത് സ്റ്റാക്കിൽ നിന്ന് അത് പോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്രൊസീജിയറിൻ്റെ അകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ഒക്കെ അതിന് ലോക്കലാണ്. പക്ഷേ സംടൈംസ് ചില പ്രൊസീജിയേഴ്സിന് അതിന് ലോക്കലിൽ അല്ലാതെ അതിനകത്ത് വരുന്ന വേരിയബിൾസ് അല്ലാതെ മറ്റു വേരിയബിൾസിൻ്റെയും ആവശ്യമായിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ് നോൺ ലോക്കൽ ഡാറ്റനെ സ്റ്റാക്കിൽ നിന്ന് ആക്സസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നോൺ ലോക്കൽ ഡാറ്റൻ്റെ ആക്സസ് ഒരു പ്രൊസീജിയർ നടത്തുന്നതാണ് നോക്കുന്നത്. നമ്മൾ ഈ സെഷനിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഹൗ എ നോൺ ലോക്കൽ ഡാറ്റ ഈസ് ആക്സസ്ഡ് ബൈ എ പ്രൊസീജിയർ ഓൺ ദ സ്റ്റാക്ക് ആണ്. സ്റ്റാക്കിനകത്തുള്ള ഒരു പ്രൊസീജിയർ അഥവാ ആക്ടിവേഷൻ റെക്കോർഡ് ആക്ടിവേറ്റ് ആയി കിടക്കുന്ന ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് അതിൻ്റെ ലോക്കൽ ഡാറ്റ അല്ലാതെ മറ്റൊരു ഡാറ്റനെ ആക്സസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇനി കൺസിഡർ ചെയ്യുക, നമ്മുടെ കയ്യിൽ രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. പ്രൊസീജിയർ പി എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനും ഉണ്ട്, അതേപോലെ തന്നെ പ്രൊസീജിയർ ക്യൂ ഉണ്ട്. ബട്ട് അതിനകത്ത് പിക്ക് ക്യൂവിൽ നിന്നുള്ള എന്ത് വേണം, ഡാറ്റ യൂസ് ചെയ്യണം. ദാറ്റ് മീൻസ് ഞാനിപ്പോൾ പറഞ്ഞത് നോൺ ലോക്കൽ ഡാറ്റ എന്ന് പറയുന്നത് പ്രൊസീജിയർ പി ഉണ്ട്, പ്രൊസീജിയർ പിക്ക് കുറച്ച് ഡാറ്റ യൂസ് ചെയ്യണം, പക്ഷെ അത് പ്രൊസീജിയർ പിൻ്റെ ഡാറ്റ അല്ല, മറിച്ച് ക്യൂ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ ഡാറ്റയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ സ്റ്റാക്ക് വെച്ചിട്ട് ഈ ഡാറ്റനെ ആക്സസ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് നമുക്ക് നോക്കുന്നത് ഡാറ്റ ആക്സസ് വിത്തൗട്ട് നെസ്റ്റഡ് പ്രൊസീജിയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പി എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് തന്നെയാണ് ക്യൂ എന്ന് പറയുന്ന ഒരു മറ്റൊരു ഫംഗ്ഷൻ എന്ന് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ഈസി ആയിരിക്കും ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദറ്റ് മീൻസ് നെസ്റ്റഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊസീജിയേഴ്സ് അതിൻ്റെ മറ്റൊരു പ്രൊസീജിയറിനകത്ത് തന്നെ ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നെസ്റ്റഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ നെസ്റ്റഡ് പ്രൊസീജിയർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലാ ഫംഗ്ഷനകത്തും സപ്പോർട്ട് ചെയ്യുന്നില്ല, എല്ലാ ലാംഗ്വേജസുകളും സപ്പോർട്ട് ചെയ്യുന്നില്ല. സം ഓഫ് ദ ലാംഗ്വേജസ് മാത്രമേ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യാത്ത സമയങ്ങളിൽ എങ്ങനെയാണ് ഈ നോൺ ലോക്കൽ ഡാറ്റകളെ ആക്സസ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. ഈ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പി എന്ന് പറയുന്ന പ്രൊസീജിയറിൻ്റെ അകത്ത് വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ നെസ്റ്റഡ് പ്രൊസീജിയറാണ് ആരെന്ന് പറയുന്നത്, ക്യൂ എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷൻ എല്ലാ ലാംഗ്വേജസും സപ്പോർട്ട് ചെയ്യുന്നില്ല. ആൽഗോള്, ML പോലെയുള്ള മോഡുല 2 പോലെയുള്ള കുറച്ച് ലാംഗ്വേജസ് മാത്രമാണ് ആരെ സപ്പോർട്ട് ചെയ്യുന്നത്, നെസ്റ്റഡ് പ്രൊസീജിയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സി ഫാമിലി പോലെയുള്ള അല്ലെങ്കിൽ സി ലാംഗ്വേജസുകൾ പോലെയുള്ളവർ എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, നെസ്റ്റഡ് പ്രൊസീജിയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെ ഒരു പ്രൊസീജിയർ അതിന് ലോക്കൽ അല്ലാത്ത ഒരു നോൺ ലോക്കൽ ഡാറ്റനെ ആക്സസ് ചെയ്യും എന്നുള്ളതാണ് നോക്കുന്നത്. രണ്ട് മെത്തേഡ്സ് ആണ് അങ്ങനെയുള്ള ലാംഗ്വേജസിനകത്ത് വരുന്നത്. ഫസ്റ്റ് മെത്തേഡാണ് ഗ്ലോബൽ വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഗ്ലോബൽ വേരിയബിൾ അല്ലെങ്കിൽ വേരിയബിളിനെ ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളത്. ഇത് നടക്കുന്നത് കമ്പൈൽ ടൈമിലാണ്, അഥവാ സ്റ്റാറ്റിക് സ്റ്റോറേജിന്റെ സമയത്താണ് ഈ ഒരു ഡിക്ലറേഷൻ നടക്കുന്നത്. ഗ്ലോബൽ വേരിയബിൾസിനെ, ഒബ്ജക്ട്സുകളെ അല്ലെങ്കിൽ വേരിയബിൾസിനെ ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുക. ഇത് കമ്പൈൽ ടൈമിലാണ് നടക്കുന്നത്, സ്റ്റാറ്റിക് സ്റ്റോറേജ് ആണ്. അതായത് ഈ വേരിയബിൾസിന് വേണ്ട മെമ്മറിയും മറ്റൊക്കെ സ്റ്റോർ ചെയ്ത് കൊടുക്കുന്നത് കമ്പൈൽ ടൈമിനകത്ത് ആണ്. സ്റ്റാറ്റിക് ആണ്, ഫിക്സ്ഡ് ആയിരിക്കും, നമുക്ക് പ്രോഗ്രാമിന് ഇടയിൽ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. സോ ഒരു പ്രൊസീജിയർ അതിനാവശ്യമായിട്ടുള്ളൊരു ഡാറ്റനെ, അതിന് ലോക്കൽ അല്ലാത്തൊരു ഡാറ്റനെ ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രോഗ്രാമിനകത്ത് ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം, ഗ്ലോബലി ഡിക്ലെയർ ചെയ്യാം. ഗ്ലോബലി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കും അതിന് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടു ആക്സസ് എനി വേരിയബിൾ ദാറ്റ് ഈസ് നോട്ട് ലോക്കൽ ടു ദ കറന്റ്ലി എക്സിക്യൂട്ടിംഗ് പ്രൊസീജിയർ ദെൻ ദ യൂസ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനഡ് അഡ്രസ്. അതായത് ആ ഗ്ലോബലി ഡിക്ലെയർ ചെയ്ത വേരിയബിൾസിനെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് വൺ ഓഫ് ദ മെത്തേഡാണ് ഒരു നോൺ ലോക്കൽ ഡാറ്റനെ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വൺ ഓഫ് ദ മെത്തേഡാണ് ഇതെന്ന് പറയുന്നത്. ആ വേരിയബിളിനെ, അങ്ങനെയുള്ള വേരിയബിൾസിനെ എന്തായിട്ട് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളത്, ഗ്ലോബലി ഡിക്ലെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്.
രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാക്ക് പോയിന്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടോപ്പ് അണ്ടർസ്കോർ എസ് പി പോയിന്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബൈ യൂസിങ് ടോപ്പ് അണ്ടർസ്കോർ എസ് പി പോയിന്റർ വെച്ചിട്ട് നമുക്ക് എന്തിനെ യൂസ് ചെയ്യാൻ പറ്റും? നോൺ ലോക്കൽ ഡാറ്റനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആക്ടിവേഷൻ റെക്കോർഡ് ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് സ്റ്റാക്കിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ആക്ടിവേഷൻ റെക്കോർഡിനകത്ത് നിന്ന് മറ്റൊരു ആക്ടിവേഷൻ റെക്കോർഡിന്റെ ഉള്ള പ്രൊസീജിയറിന് ഏതെങ്കിലും ഒരു ഡാറ്റനെ കിട്ടണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി വെക്കണം, ഇതിപ്പോഴും പി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്, ക്യൂ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. പി എന്ന് പറയുന്ന പ്രൊസീജിയറിന് ക്യൂ എന്ന് പറയുന്ന പ്രൊസീജിയറിൽ നിന്നുള്ള ഒരു ഡാറ്റ കിട്ടണം. ഈ ക്യൂ കിടക്കുന്നത് ആ സ്റ്റാക്കിന്റെ ടോപ്പിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് സ്റ്റാക്ക് പോയിന്റർ വെച്ചിട്ട് ആ നോൺ ലോക്കൽ ഡാറ്റനെ ആക്സസ് ചെയ്യാൻ പറ്റും. ടോപ്പ് സ്റ്റാക്ക് പ്രോസസ്സർ വെച്ചിട്ട് ക്യൂ, അതായത് ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിലുള്ള ആ ഒരു പ്രൊസീജിയറിന്റെ ആക്ടിവേഷൻ റെക്കോർഡ് എന്നും ആക്ടിവേഷനിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, ഡാറ്റനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ രണ്ട് മെത്തേഡ് വെച്ചിട്ടാണ് നമുക്ക് നോൺ ലോക്കൽ ഡാറ്റനെ സ്റ്റാക്കിനകത്തുള്ള നോൺ ലോക്കൽ ആക്ടിവേഷന്റെ അല്ലെങ്കിൽ ഒരു ആക്ടിവേഷൻ റെക്കോർഡിൽ നിന്നും നോൺ ലോക്കൽ ഡാറ്റനെ ആക്സസ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇനി തൊട്ട് മുമ്പ് നമ്മൾ നെസ്റ്റഡ് പ്രൊസീജിയേഴ്സ് കണ്ടു. നെസ്റ്റഡ് പ്രൊസീജിയേഴ്സ് കൊണ്ടുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇഷ്യൂസ് വിത്ത് നെസ്റ്റഡ് പ്രൊസീജിയേഴ്സ്. മെയിൻ ഇഷ്യൂ ഓഫ് നെസ്റ്റഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സസ്, അത് ലോക്കൽ ഡാറ്റൻ്റെ ആയിക്കോട്ടെ, അതല്ല ഇനി ആക്ടിവേഷൻ റെക്കോർഡിലേക്കുള്ള ആക്സസ് ആയിക്കോട്ടെ, ഒക്കെ സ്റ്റാക്കിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ആക്സസ് എന്ന് പറയുന്നത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്നുണ്ട്. പ്രൊസീജിയേഴ്സിന്റെ ഡിക്ലറേഷൻ ആർ നെസ്റ്റഡ് ആൻഡ് യൂസസ് നോർമൽ സ്റ്റാറ്റിക് സ്കോപ്പിംഗ് റൂൾസ്. ഇതെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള പൊസിഷൻ എവിടെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ സ്റ്റാക്കിനകത്ത് കൃത്യമായിട്ടുള്ള പൊസിഷൻ എവിടെയാണ്, അല്ലെങ്കിൽ സ്റ്റാക്ക് വെച്ചിട്ട് സ്റ്റാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഇൻഫർമേഷൻസ് ഒക്കെ ബാക്കിൽ മെമ്മറിക്കകത്ത് വേറെ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ സ്റ്റാക്കിനകത്ത് ഇതിന്റെ കൃത്യമായിട്ടുള്ള പൊസിഷൻ എവിടെയാണ് എന്നുള്ളത് നമുക്ക് പ്രോഗ്രാമിന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്ത് വരുന്നുണ്ട്, ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഏത് സമയത്ത് നെസ്റ്റഡ് പ്രൊസീജിയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ റിലേറ്റീവ് പൊസിഷൻസിനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അത് ബോത്ത് കമ്പൈൽ ടൈമിലും ബുദ്ധിമുട്ടാണ്, അതേപോലെ തന്നെ റൺ ടൈമിലും, എസ്പെഷ്യലി റൺ ടൈമിലും ബുദ്ധിമുട്ടാണ്. കാരണം കമ്പൈൽ ടൈമിനകത്ത് ഇതിന്റെ കൃത്യമായിട്ട് എവിടെയാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് കിട്ടുന്നില്ല. ഈ ആക്ടിവേഷൻസ് അല്ലെങ്കിൽ ഈ വേരിയബിൾസിനൊക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ വരുന്നില്ല. റിലേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ റിലേറ്റീവ് പൊസിഷൻ ആക്സസ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ദെൻ സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ റിക്കേഴ്സീവ് ഫംഗ്ഷൻ കേട്ടിട്ടില്ലേ? ഒരു ഫംഗ്ഷനകത്ത് വീണ്ടും കോൾ വരുന്ന സംവിധാനത്തിന്. അങ്ങനെ വരുന്ന സമയത്ത് പി എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നെ വീണ്ടും പീക്കകത്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അങ്ങനെ വരുന്ന സമയത്ത് ഏത് ഫംഗ്ഷൻ ആണ് ആക്റ്റീവ് ആയിട്ടുള്ളത് എന്നുള്ളതും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ ആണ്. പിന്നെ ഇതിനെ സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിക്കേഴ്സീവ് ആയിട്ടുള്ള ആക്ടിവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഏതെന്ന് പറയുന്നത്, ബൈ യൂസിങ് ആക്സസ് ലിങ്ക് എന്ന് പറയുന്നത്. ആക്സസ് ലിങ്ക് വെച്ചിട്ട് നമുക്ക് അതിനെ സോൾവ് ചെയ്യാം. നമ്മൾ സ്റ്റോർഡ് പ്രൊസീജിയേഴ്സിന്റെ പാർട്സ് പഠിച്ചപ്പോൾ, ഡിവൈഡ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആക്സസ് സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് അല്ല, ആക്ടിവേഷൻ റെക്കോർഡ്സ് പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു ആക്സസ് ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നോൺ ലോക്കൽ ഡാറ്റന്റെ ആക്സസുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വണ്ണാണ് ഡൈനാമിക് അലൊക്കേഷൻ്റെ തന്നെ, മെമ്മറി അലൊക്കേഷൻ്റെ തന്നെ സ്റ്റാക്ക് കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ പഠിച്ചത് സ്റ്റാക്ക് അലൊക്കേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് അലൊക്കേഷൻ മെത്തേഡ് ആയിട്ടുള്ള ഹീപ്പ് മാനേജ്മെന്റ് ആണ്. ഹീപ്പ് മാനേജ്മെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഹീപ്പും സ്റ്റാക്കും ഡൈനാമിക് മെമ്മറി അലൊക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിനകത്ത് നമുക്ക് ഇനി നോക്കാനുള്ളതാണ് ഹീപ്പ് മാനേജ്മെന്റ്. ഹീപ്പ് അല്ലെങ്കിൽ മെമ്മറിക്കകത്ത് ഹീപ്പ് പോർഷൻ മെയിൻ ആയിട്ടും സ്റ്റോർ ചെയ്യുന്നത് ലോങ് ലിവ് ആയിട്ടുള്ള ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആരെ യൂസ് ചെയ്യുന്നത്, ഹീപ്പ് മാനേജ്മെന്റിനെ യൂസ് ചെയ്യുന്നത്. ഈ ലോങ് ലിവ് ഡാറ്റ ഓട്ടോമാറ്റിക്കലി റിമൂവ് ആവില്ല, എക്സ്പ്ലിസിറ്റ്ലി യൂസർ റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അത്തരത്തിലുള്ള ലോങ് ലിവ്സ് ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, ഹീപ്പ് മാനേജ്മെന്റിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു ലോക്കൽ വേരിയബിൾസിനെയൊക്കെ ഡിക്ലറേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ലോക്കൽ വേരിയബിൾസിനെ ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്
പ്രോഗ്രാം അല്ലെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫംഗ്ഷന് ആക്സസ് ഉള്ളത് വരെ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ റണ്ണിങ് ആവുന്നത് വരെയാണ് ആ ലോക്കൽ വേരിയബിൾസിനും ലൈവ്സ് ഉള്ളൂ. ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യും, റിമൂവ് ചെയ്ത് പോകും. ആ ഒരു പ്രൊസീജിയറിന്റെ എക്സിസ്റ്റൻസ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ലോക്കൽ വേരിയബിൾസും ഡിലീറ്റ് ചെയ്ത് പോകും. പക്ഷെ പല ലാംഗ്വേജസും ഇങ്ങനെ പ്രൊസീജിയറിന്റെ ഡിലീഷനോട് കൂടിയിട്ട് അല്ലെങ്കിൽ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യുന്ന എക്സിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലാതെ ജനറേറ്റ് ചെയ്യുന്ന ഒബ്ജക്ട്സുകൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ C++നകത്തും അല്ലെങ്കിൽ ജാവയ്ക്കകത്തും കാണുന്ന ന്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ന്യൂ വെച്ചിട്ട് നമ്മൾ പുതിയ ഒബ്ജക്ട്സിനെയോ അല്ലെങ്കിൽ പുതിയ ഫംഗ്ഷൻസിനെ അല്ലെങ്കിൽ ഒക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പോയിന്റേഴ്സിനെ ഒക്കെ പോയിന്റേഴ്സ് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഫംഗ്ഷൻസിനെ ജനറേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ന്യൂ കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ന്യൂ കീവേഡ് ഈ പ്രൊസീജിയർ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവിടെ എക്സിസ്റ്റിംഗ് ആണ്. അല്ലാതെ ഒരു പ്രൊസീജിയർ പോയി എന്ന് കരുതിയിട്ട് അതിന്റെ ഇതും പോകുന്നില്ല. അതൊരു ലോങ് ആയിട്ട് ലിവ്സ് ചെയ്യുന്നുണ്ട്. ആഹ് അതിനെ ജനറേറ്റ് ചെയ്ത പ്രൊസീജിയർ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ന്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ആഹ് എന്താ പറയാ എക്സിസ്റ്റിംഗ് ആണ് ന്യൂ എന്ന് പറയുന്നത്. അവിടെ എക്സിസ്റ്റിംഗ് ആണ്. അതുപോലെയുള്ള ലോങ് ലിവ്ഡ് സ്റ്റോറേജ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സീന്റെ കൺസെപ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അലോക്കേഷൻ എന്നൊക്കെ പറഞ്ഞാണ്ട് കൊടുക്കുന്ന മെമ്മറി അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് ലോങ് ലിവിങ് ആണ്. നമ്മൾ പ്രോഗ്രാമർ എപ്പോഴാണോ ഫ്രീ എന്ന് പറയുന്ന കോഡ് വെച്ചിട്ട് അതിനെ ഫ്രീ ആക്കുന്നത്, അതുവരെ എക്സ്പ്ലിസിറ്റ്ലി ഫ്രീ ആക്കുന്നത് അതുവരെ ആ മെമ്മറി അവിടെ അലൊക്കേറ്റ് ചെയ്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. അത് എവിടെയും പോവാതെ അവിടെ അലൊക്കേറ്റ് ചെയ്ത് കിടക്കും. സോ അങ്ങനെ ലോങ് ലിവിങ് ആയിട്ടുള്ള ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹീപ്പ് മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഹീപ്പ് മാനേജ്മെന്റ് മെയിൻ ആയിട്ടും റെഫർ ചെയ്യുന്ന അല്ലെങ്കിൽ മെയിൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് അലക്കേറ്റിംഗ് ആൻഡ് ഡി അലക്കേറ്റിംഗ് സ്പേസസ് ഇൻ ഹീപ്പാണ്. ഹീപ്പിനകത്ത് മെമ്മറി അലക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആ മെമ്മറിനെ ഡൈനാമിക്കലി ഡി അലക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഹീപ്പ് മെമ്മറി മാനേജ് ഹീപ്പിനകത്തുള്ള മെമ്മറി, അതായത് ഈ അലക്കേറ്റും ഡി അലക്കേറ്റും ചെയ്ത് കൊടുക്കുന്ന മെമ്മറി മാനുവലി പ്രോഗ്രാമർ ഹാൻഡിൽ ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ഫ്രീ ആക്കണം എന്ന് പറഞ്ഞില്ല, അപ്പൊ MLOക്ക് വെച്ച് കൊടുത്തിട്ടുള്ള ഒരു മെമ്മറിനെ ഫ്രീ എന്ന് പറയുന്ന കോഡ് വെച്ചിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഡി അലക്കേറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിനെ ഫ്രീ ആക്കി കൊടുത്താൽ മാത്രമേ, ഫ്രീ എന്ന് പറയുന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്ത് മാത്രമേ ആ ഹീപ്പിൽ നിന്ന് ആ മെമ്മറി ഡി അലക്കേറ്റ് ആവത്തുള്ളൂ. പക്ഷെ സ്റ്റാക്ക് വെച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ സ്റ്റാക്കിൽ അലക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന മെമ്മറി എന്തുമായിട്ടാണോ അത് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്, ആ ഡിപ്പെൻഡന്റിന്റെ എക്സിസ്റ്റൻസോട് കൂടിയിട്ട് എക്സിസ്റ്റൻസ് പോയിട്ടുണ്ടെങ്കിൽ അതും റിമൂവ് ആയി പോകും. ഇനി എന്താണ് മെമ്മറി മാനേജർ? ഈ മുകളിൽ പറഞ്ഞ ഹീപ്പ് മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് മെമ്മറി മാനേജർ ആണ്. എന്താണ് മെമ്മറി മാനേജർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മെമ്മറി മാനേജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സബ് സിസ്റ്റം ആണ്, അഥവാ ഒരു സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർ തന്നെയാണ്. അതിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മെമ്മറിനെ അലക്കേറ്റ് ചെയ്യുക, ഹീപ്പിനകത്ത് മെമ്മറിനെ അലക്കേറ്റ് ചെയ്യുക, ഡി അലക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇതിന് മറ്റൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഹീപ്പ് മെമ്മറിക്കകത്ത് ഫ്രീ ആയിട്ടുള്ള മെമ്മറി സ്പേസസ് ഉണ്ടോ എന്നതിന്റെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ട്രാക്ക് ചെയ്യുക എന്നുള്ളതും ആരുടെ ഡ്യൂട്ടിയാണ്? മെമ്മറി മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഇത് ഒരു അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനും അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ഇടയിൽ ഒരു ഇന്റർഫേസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? മെമ്മറി മാനേജർ എന്ന് പറയുന്നത്. ഫങ്ഷൻസ് ഓഫ് മെമ്മറി മാനേജർ. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അലക്കേഷൻ തന്നെയാണ്. എപ്പോഴാണ് ഒരു പ്രോഗ്രാമർ ഒരു പെർട്ടിക്കുലർ മെമ്മറിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മെമ്മറിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് മെമ്മറി മാനേജർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ റിക്വസ്റ്റ് സാറ്റിസ്ഫൈഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട് മെമ്മറി ജനറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മെമ്മറി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിപ്പിനകത്തായിട്ട് ചങ്കുകളായിട്ടായിരിക്കും, അതായത് പീസ് ആയിട്ടായിരിക്കും മെമ്മറി ഉണ്ടാവുന്നുണ്ടാവുക. അതിനെല്ലാം എത്രയാണോ റിക്വസ്റ്റ് വന്നിട്ടുള്ള മെമ്മറി സ്പേസ്, അത്രയും മെമ്മറി സ്പേസിനെ ഈ ചങ്ക്സുകളെ ഒരുമിച്ചാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കോണ്ടിഗ്യൂസ് ആയിട്ടുള്ള ചങ്ക്സുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആ റിക്വസ്റ്റിന് ആവശ്യമായിട്ടുള്ള റിക്വയർഡ് സൈസുള്ള മെമ്മറി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും മെമ്മറിക്കകത്ത് റിക്വസ്റ്റ് ചെയ്ത് അത്രയും മെമ്മറി ഉണ്ടായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അത് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ അത് അലക്കേറ്റ് ചെയ്ത് കൊടുക്കും. അലക്കേഷൻ റിക്വസ്റ്റിനെ കൊടുത്തിട്ട് ഫ്രീ സ്പേസ് അതിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്രയും ചങ്ക്സ് അവൈലബിൾ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് റിക്വസ്റ്റ് വന്ന അത്രയും ചങ്ക്സ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വിർച്വൽ മെമ്മറിന് റിക്വസ്റ്റ് കൊടുക്കും. മെമ്മറി മാനേജർ റിക്വസ്റ്റ് കൊടുക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വിർച്വൽ മെമ്മറി അവൈലബിൾ ആക്കുമോ എന്നുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അലക്കേഷനകത്താണ്. ഇനി
ഈ രണ്ട് പോസിബിലിറ്റീസും ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് മെമ്മറി ഇല്ല, വിർച്വൽ മെമ്മറി അവൈലബിൾ ആവുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ ആരെ അറിയിക്കുകയും ചെയ്യും? ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനെ അറിയിക്കുകയും ചെയ്യും മെമ്മറി അവൈലബിൾ അല്ല എന്നുള്ളത് അറിയിക്കുകയും ചെയ്യും. ഇതും ആരുടെ ഡ്യൂട്ടിയാണ്? മെമ്മറി മാനേജറുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് വൺ ആണ് ഡി അലൊക്കേഷൻ. അലൊക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, മാനുവലി ഡി അലൊക്കേഷനും ആറിനകത്ത് കിടക്കുന്നുണ്ട്? ഹീപ്പ് മാനേജ്മെന്റിനകത്ത് നടക്കുന്നുണ്ട്. സോ എപ്പോഴാണ് മെമ്മറി മാനേജർ ഡി അലൊക്കേറ്റ് ചെയ്യുന്നത്? അതായത് ഒരു പ്രോഗ്രാമർ അയാളുടെ പ്രോഗ്രാമിനകത്ത് എക്സ്പ്ലിസിറ്റ്ലി ഈ മെമ്മറിനെ ഫ്രീ ആക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡി അലൊക്കേറ്റ് ചെയ്യുന്നതിന് കോഡ് വരുന്ന സമയത്ത് മെമ്മറി മാനേജർ ആ ഡി അലൊക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറീസിനെ എവിടേക്ക് റിട്ടേൺ ചെയ്യും? പൂൾ ഓഫ് സ്പേസസിനകത്തേക്ക് റിട്ടേൺ ചെയ്യും. ഫ്രീ സ്പേസസിന്റെ പൂളിനകത്തേക്ക് റിട്ടേൺ ചെയ്യും. സോ മറ്റ് പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഇതിനെ വീണ്ടും റീയൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഡി അലൊക്കേഷൻ എന്ന് പറയുന്നത്. സോ മെമ്മറി മാനേജറുടെ മെയിൻ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് അലൊക്കേഷനും ഡി അലൊക്കേഷനുമാണ്. ഈ മെമ്മറി മാനേജ്മെന്റ് കോംപ്ലിക്കേറ്റഡും ആവാം ഒരു ലാംഗ്വേജിനകത്ത് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനകത്ത് സിമ്പിളും ആവും. മെമ്മറി മാനേജ്മെന്റ് സിമ്പിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ഓൾ അലൊക്കേഷൻ റിക്വസ്റ്റ് വെർ ഫോർ ചങ്ക്സ് ഓഫ് ദ സെയിം സൈസ്. ഒരു പ്രോഗ്രാമിൽ നിന്ന് അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിൽ നിന്നും ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിൽ നിന്നോ അല്ലെങ്കിൽ വരുന്ന റിക്വസ്റ്റുകൾ, ഒരു പ്രോഗ്രാമിൽ നിന്ന് വരുന്ന റിക്വസ്റ്റുകൾ എന്ന് പറയുന്നത് മെമ്മറി സ്പേസിന് വേണ്ടിയിട്ട് വരുന്ന റിക്വസ്റ്റുകൾ എന്ന് പറയുന്നതൊക്കെ സെയിം സൈസ് ഓഫ് ചങ്ക്സിനാവുക. എപ്പോഴും സെയിം സൈസ് ഉള്ള റിക്വയർമെന്റ്സും റിക്വസ്റ്റും മാത്രം കൊടുക്കുക. അതാണ് ഒരു സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമതെന്ന് പറയുന്നത്, ആദ്യം അലൊക്കേറ്റ് ചെയ്തതിനെ ആദ്യം റിലീസ് ചെയ്യാം, ഡി അലൊക്കേറ്റ് ചെയ്യാം. ഈ ഒരു പ്രോസസ്സ് രണ്ടും ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മെമ്മറി മാനേജ്മെന്റ് വളരെയധികം എളുപ്പമായിരിക്കും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ലാംഗ്വേജ്, ഇപ്പോൾ ലിസ്പ് പോലെയുള്ള ലാംഗ്വേജസുകൾ കണ്ടീഷൻ വണ്ണിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതായത് എപ്പോഴും സെയിം സൈസ് ഓഫ് ചങ്ക്സിനെയാണ് മാത്രമാണ് റിക്വസ്റ്റ് കൊടുക്കുക. പക്ഷേ ചില ലാംഗ്വേജുകൾസ് ഹോൾഡ് ചെയ്യുന്നത് കണ്ടീഷൻ ബി ആണ്. രണ്ടും ഒരുമിച്ച് ഹോൾഡ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസുകൾ ഇല്ല. സോ അതായത് എപ്പോഴും മെജോറിറ്റി ഓഫ് ലാംഗ്വേജസും എപ്പോഴും ഡിഫറെന്റ് സൈസുള്ള റിക്വസ്റ്റുകളായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഫസ്റ്റ് അലൊക്കേറ്റ് ചെയ്ത് തന്നെയാണ് ഫസ്റ്റ് ഡി അലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ലാംഗ്വേജിനകത്തും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ രണ്ട് കണ്ടീഷൻസും ഒരുമിച്ച് വരുന്ന ഒരു ലാംഗ്വേജസുകൾ എക്സിസ്റ്റിംഗ് അല്ല. സോ എയ്തർ വൺ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എയ്തർ എ ഉണ്ടായിരിക്കും ഓർ ബി ഉണ്ടായിരിക്കും. രണ്ടും ഒരുമിച്ച് വരുന്ന ഒരു കണ്ടീഷൻ ഇല്ല. പക്ഷേ ഈ രണ്ട് കണ്ടീഷൻസും ഒരുമിച്ച് വന്നാൽ മെമ്മറി മാനേജ്മെന്റ് വളരെയധികം സിമ്പിൾ ആയിരിക്കും. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് മെമ്മറി മാനേജർ. മെമ്മറി മാനേജർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഒന്ന്, പ്രോഗ്രാമർ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. മെമ്മറി മാനേജർ അല്ലെങ്കിൽ ആ ഒരു സബ് സിസ്റ്റം മെമ്മറി മാനേജ്മെന്റ് കൃത്യമായിട്ട് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ പ്രോഗ്രാം വളരെയധികം ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്യും. ആ ഒരു മാനേജ്മെന്റ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് നടന്നിട്ടുണ്ട്, മാനേജ്മെന്റ് കൃത്യമായിട്ട് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഗ്രാംസ് ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്യിക്കാൻ പറ്റും. മെയിനായിട്ടും ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ സ്പീഡ് എന്ന് പറയുന്നത് വാരി ചെയ്യുന്നത് ഡിപ്പെൻഡ് അപ്പോൺ എവിടെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്നതിനെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഏത് മെമ്മറിക്കകത്താണ് ഒബ്ജക്ട്സിനെ പ്ലേസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടാണ്. ഇത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ പഠിച്ചിട്ടില്ലേ, ക്യാഷെയിലുള്ള മെമ്മറിനെ പ്രോസസ്സറിന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. മെയിൻ മെമ്മറിയിലേക്ക് എത്തുമ്പോഴത്തേന് കുറച്ചുകൂടെ ടൈം എടുക്കും. സെക്കൻഡറി സ്റ്റോറേജിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടെ ടൈം എടുക്കും. ദ സെയിം കൺസെപ്റ്റ് ആണ് അവനോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് സ്പേസ് എഫിഷ്യൻസി. എപ്പോഴും മെമ്മറി മാനേജർ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രോഗ്രാമറിന് ആവശ്യമായിട്ടുള്ള ഹീപ്പ് സ്പേസ് അഥവാ മെമ്മറിനെ മിനിമൈസ് ചെയ്യാനാണ് ശ്രമിക്കുക. ഇങ്ങനെ മിനിമൈസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്ന, നമുക്ക് പഠിക്കാനുണ്ട് എന്താണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്ന പ്രോബ്ലം നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. സോ മിനിമൈസ് ചെയ്തുകൊണ്ടാണ് ടോട്ടൽ ഹീപ്പ് സ്പേസ് നീഡഡ് ബൈ എ പ്രോഗ്രാം ഈസ് ഓൾവേസ് മിനിമൈസ് ചെയ്യും. ഹീപ്പ് മാനേജർ മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കും. ഫ്രം ദാറ്റ് നമുക്ക് ഫ്രാഗ്മെന്റേഷൻ പ്രോബ്ലത്തിനെ എന്ത് ചെയ്യാൻ പറ്റും? മിനിമൈസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് ലോ ഓവർഹെഡ്. ലോ ഓവർഹെഡ് എന്ന് പറയുന്നത് മെമ്മറി അലൊക്കേഷനും ഡി അലൊക്കേഷനും ഫ്രീക്വന്റ് ആയിട്ട് ഒരു മെമ്മറിക്കകത്ത് അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ഒരു പ്രോഗ്രാമിനകത്ത് നടക്കുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ അത് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് നടക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഓവർ ഹെഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ
ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് മിനിമൈസ് ദ ഓവർഹെഡ്, ദ ഫ്രാക്ഷൻ ഓഫ് എക്സിക്യൂഷൻ ടൈം സ്പെൻഡ് പെർഫോമിംഗ് അലൊക്കേഷൻ ആൻഡ് ഡി അലൊക്കേഷൻസ്. അലൊക്കേഷനും ഡി അലൊക്കേഷനും വേണ്ടിയിട്ടുള്ള ടൈം മിനിമൈസ് ചെയ്തുകൊണ്ട് ഓവർ ഹെഡ് എന്ത് ചെയ്യും, ഓവർ കോംപ്ലിക്കേഷൻസ് മെമ്മറി മാനേജർ കുറക്കാൻ ശ്രമിക്കും. ഇനി നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളതാണ് മെമ്മറി ഹയറാർക്കി ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിന്റെ മെമ്മറി ഹയറാർക്കി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഹീപ്പ് മെമ്മറി മാനേജ്മെന്റത്തിന്റെ ഇപ്പൊ നമ്മൾ നോക്കിയ മെമ്മറി മാനേജർ എന്താന്നുള്ളതാണ്. അതേപോലെ വരുന്ന മറ്റൊരു കൺസെപ്റ്റാണ് ദ മെമ്മറി ഹയറാർക്കി ഓഫ് എ കമ്പ്യൂട്ടർ. ഇപ്പൊ നമ്മൾ പറഞ്ഞു എഫിഷ്യൻസി എന്ന് പറഞ്ഞു, അതിനകത്ത് വരുന്നത് ഈ കൺസെപ്റ്റ് ആണ്. സോ മെമ്മറി മാനേജ്മെന്റും അതേപോലെ തന്നെ കമ്പൈലറിന്റെ ഒപ്റ്റിമൈസേഷനും ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത് എങ്ങനെയാണ് മെമ്മറി ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത്. അവയർനെസ് ഓൺ ഹൗ മെമ്മറി ബിഹേവ്സ്, എങ്ങനെയാണ് മെമ്മറി ബിഹേവ് ചെയ്യുന്നത്, അതിന്റെ ബേസിസിൽ മെമ്മറി മാനേജ്മെന്റും ഡിപ്പെൻഡബിൾ ആണ്, അതിനെ കമ്പൈലറിന്റെ ഒപ്റ്റിമൈസേഷനും ഡിപ്പെൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡബിൾ ആണ്. സോ ഇപ്പോഴത്തെ മോഡേൺ മെഷീൻസിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് യൂസേഴ്സ് അല്ലെങ്കിൽ നമ്മൾ നോർമൽ യൂസേഴ്സിന് ഒരിക്കലും നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്തോ അതിന് എത്രത്തോളം മെമ്മറി ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നില്ല, നമ്മൾ ചെയ്യുന്നില്ല. കറക്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒരു കൺസേണും ഇല്ലാതെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. മെമ്മറി അതിനെ ഇൻ ബിഹൈൻഡിൽ തന്നെ അതിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രോഗ്രാമിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അതിനകത്ത് എത്ര നമ്മൾ പറയാറുണ്ട്, നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ടഡ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, എത്ര ടൈം എടുക്കുന്നുണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ എന്നുള്ളതിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ടൈം എടുക്കുക എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, എവിടെയാണ് ഒബ്ജക്റ്റ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് മെമ്മറിക്കകത്താണ് ഒബ്ജക്റ്റ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെയും ഡിപ്പെൻഡബിൾ ആണ്. സോ ഒരു ടൈം ടേക്കൺ ടു എക്സിക്യൂട്ട് an ഇൻസ്ട്രക്ഷൻ ക്യാൻ വാരി സിഗ്നിഫിക്കൻ്റ്ലി. ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈംസ് എന്ത് ചെയ്യാൻ പറ്റും, മാറിക്കൊണ്ടേയിരിക്കും. എന്തിന്റെ ബേസിസിൽ, എവിടെയാണോ അതിനാവശ്യമായിട്ടുള്ള പാർട്സുകൾ അല്ലെങ്കിൽ ഒബ്ജക്ട്സ് സേവ് ചെയ്തിട്ടുള്ളത്, അത് മേ ബി ഡിഫറൻസ് ഫ്രം എ നാനോ സെക്കൻഡ്സിന്റെ ഒക്കെ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ, നാനോ സെക്കൻഡ്സ് ടു മില്ലി സെക്കൻഡ്സിന്റെ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ, പക്ഷേ ഇറ്റ് വേരീസ്. സോ ഇതിന്റെ ഒരു അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫിനോമിനയാണ് എന്തെന്ന് പറയുന്നത്, ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മെമ്മറി ഹൈറാർക്കിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ലൊക്കാലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് നമുക്ക് പഠിക്കാം എന്താണ് ലൊക്കാലിറ്റി എന്നുള്ളത്. ഇവിടെ നമ്മൾ നോക്കുന്നത് ഇപ്പൊ മെമ്മറി ഹൈറാർക്കി എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ കോമൺ ആയിട്ട് പഠിച്ച ഒരു സംഭവം തന്നെ, നമുക്ക് അറിയുന്ന സംഭവം തന്നെയാണ്. ഇനി മെമ്മറി ആക്സസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഹാർഡ്വെയർ ടെക്നോളജിക്കകത്തുള്ള പ്രോബ്ലംസ് ആണ്. അതായത് മെജോറിറ്റി എന്നല്ല, എല്ലാ സിസ്റ്റത്തിനകത്തും ഹാർഡ്വെയറിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് സ്റ്റോറേജ് ഉണ്ടാവും, പക്ഷെ അതിലേക്കുള്ള ആക്സസ് ടൈം എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിരിക്കും, പക്ഷെ അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, സ്റ്റോറേജിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ലാർജ് സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടാവും, പക്ഷെ അവിടേക്ക് എത്താനുള്ള ആക്സസ് ടൈം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഈ ഒരു പ്രോബ്ലം ഏതിനകത്തുണ്ട്, ലിമിറ്റേഷൻ ഏതിനകത്തുണ്ട്, ഹാർഡ്വെയർ ടെക്നോളജിക്കകത്തുണ്ട്. അല്ലാതെ സ്റ്റോറേജ് ലാർജും അതേപോലെ തന്നെ ഫാസ്റ്റുമായിട്ടുള്ള അവൈലബിലിറ്റി നമുക്കിപ്പോൾ നിലവിൽ ഹാർഡ്വെയർസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ ആ ഒരു പ്രോബ്ലം ഏതിനകത്ത് വരുന്നുണ്ട്, മെമ്മറിന്റെ പ്രോബ്ലം അല്ല, ലിമിറ്റേഷൻ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണിത് ടിപ്പിക്കൽ മെമ്മറി ഹൈറാർക്കി എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം ഏറ്റവും പ്രോസസ്സറിനോട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് കിടക്കുന്ന മെമ്മറിയാണ് ഏതെന്ന് പറയുന്നത്, രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിലേക്കുള്ള ആക്സസ് ടൈം എന്ന് പറയുന്നത് 1 നാനോ സെക്കൻഡ് അല്ലെങ്കിൽ അതിൽ കുറവൊക്കെ എടുക്കത്തുള്ളൂ. പക്ഷേ 32 വേർഡ്സിനെ മാത്രമേ നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് വളരെ ആക്സസ് ടൈം കുറവാണ്, പക്ഷേ എന്ത് കൂടുതൽ ആക്സസ് അതിലേക്ക് എത്താനുള്ള ആക്സസ് എന്ന് പറയുന്ന ടൈം വളരെ കുറച്ച് മതി, പക്ഷെ അതിന്റെ സ്റ്റോറേജും എന്താണ്, വളരെ കുറച്ചേ ഉള്ളൂ. ഓക്കെ, സോ ഫാസ്റ്റ് ആണ് ആക്സസ് ടൈം, പക്ഷെ സ്റ്റോറേജ് സ്മോൾ ആണ്. ദ സെയിം വേ കാഷെയാണ് പ്രോസസ്സർ കഴിഞ്ഞാൽ വരുന്നത്. എഗെയിൻ അതിലേക്കുള്ള ആക്സസ് ടൈം ഫാസ്റ്റ് ആണ്, പക്ഷെ സ്റ്റോറേജ് കുറവാണ്. ദെൻ തൊട്ട് മുകളിലായിട്ട് വരുന്നതാണ് സെക്കൻഡ് ലെവൽ കാഷെ എന്ന് പറയുന്നത്. ദെൻ ഫിസിക്കൽ മെമ്മറി, നമ്മുടെ മെയിൻ
മെമ്മറി വരുന്നുണ്ട്. ദെൻ തൊട്ട് മുകളിൽ ആര് വരുന്നുണ്ട്? വിർച്വൽ മെമ്മറി. ഇതാണ് ഒരു ഹയറാർക്കി എന്ന് പറയുന്നത്, മെമ്മറി ഹയറാർക്കി എന്ന് പറയുന്നത്. ഏറ്റവും പ്രോസസ്സറിനോട് ഏറ്റവും ക്ലോസർ ആയിട്ട് കിടക്കുന്ന ആൾക്ക് ഫാസ്റ്റർ ആയിരിക്കും, ആക്സസ് പെട്ടെന്ന് കിട്ടും. പക്ഷെ അവിടെ വളരെ സ്മോളർ ആയിട്ടുള്ള എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? സ്റ്റോറേജ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ടിപ്പിക്കലി ഒരു പ്രോസസ്സർ ഏറ്റവും ആസ് എ സ്മോൾ നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് ആണുള്ളത്. അത് കംപ്ലീറ്റ്ലി സോഫ്റ്റ്വെയറിന്റെ അണ്ടർ കൺട്രോളിലായിരിക്കും വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്യാഷെ ആണ്. ക്യാഷെ മെയ്ഡ് ചെയ്യുന്നത് സ്റ്റാറ്റിക് റാം വെച്ചിട്ട് ജനറേറ്റ് ചെയ്യുന്നതാണ് ക്യാഷെ എന്ന് പറയുന്നത്. കിലോ ബൈറ്റ്സോ അല്ലെങ്കിൽ മെഗാ ബൈറ്റ്സോ സൈസിൽ കിട്ടത്തുള്ളൂ അത്. ദെൻ തൊട്ട് മുകളിൽ വരുന്നതാണ് ഹയറാർക്കി എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെക്കണം, ഫിസിക്കലിലേക്ക് ക്യാഷയിലേക്കാണ് പ്രോസസ്സർ കഴിഞ്ഞാൽ ക്യാഷയിലേക്കാണ് ഫാസ്റ്റ് ആക്സസ് ടൈം കുറവുള്ളത്, അതായത് പെട്ടെന്ന് എത്താൻ നമുക്ക് പറ്റുന്നത്, ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ മെയിൻ മെമ്മറി ഉണ്ട്. മെഗാബൈറ്റ്സ് അല്ലെങ്കിൽ ഗിഗാബൈറ്റ്സ് വെച്ചിട്ടാണ് മെയിൻ മെമ്മറി വരുന്നത്. ഡൈനാമിക് റാം ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം വരുന്നതാണ് ഫിസിക്കൽ മെമ്മറി അഥവാ നമ്മൾ ബാക്കപ്പ് വിർച്വൽ മെമ്മറി എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഇംപ്ലിമെന്റഡ് ബൈ ഗിഗാബൈറ്റ്സ് ഓർ ഡിസ്ക്. ഇനി അപ്പോൾ മെമ്മറി ആക്സസിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു സിസ്റ്റം നോക്കുന്ന അല്ലെങ്കിൽ പ്രോസസ്സർ നോക്കുന്നത് ആർക്കകത്തായിരിക്കും? ലോവസ്റ്റ് ലെവൽ സ്റ്റോറേജ് ആയിട്ടുള്ള പ്രോസസ്സറിനായിരിക്കും. ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് വരുന്ന രജിസ്റ്റേഴ്സിനകത്തായിരിക്കും. രജിസ്റ്റേഴ്സിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ എവിടേക്ക് പോകും? ക്യാഷയിലേക്ക് പോകും. ക്യാഷയ്ക്കകത്തും ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെ പോകും? ഫിസിക്കൽ മെമ്മറിക്കകത്തേക്ക് പോകും. അതിനുശേഷമാണ് അതിന്റെ നെക്സ്റ്റ് ഹയർ ലെവലിനകത്തേക്ക് പോകുന്നത്. ഈ ഒരു രീതിയിലാണ് മെമ്മറി ഹൈറാർക്കി വർക്ക് ചെയ്യുന്നത്. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് കണ്ടിന്യൂസ് ബ്ലോക്ക് ആയിട്ടുള്ള ബ്ലോക്സ് ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കേട്ടോ. ഇനി മെയിൻ മെമ്മറിക്കും ക്യാഷെക്കകത്തും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ബ്ലോക്സ് ആക്കി ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്യാഷെ ലൈൻസിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ക്യാഷെ ലൈൻസ് ആണ് അതിന് യൂസ് ചെയ്യുന്നത്. 32 ടു 256 ബൈറ്റ്സ് വരെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അറ്റ് എ ടൈം. ദെൻ ബിറ്റ്വീൻ വിർച്വൽ മെമ്മറിന്റെയും മെയിൻ മെമ്മറിക്കിടയിൽ ഡാറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്ന ബ്ലോക്സ് എന്ന് പറയുന്നത് പേജസ് ആയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ ഇൻഫോം ചെയ്യുന്ന പേജസ് ആണ്. 4K മുതൽ 64K ബൈറ്റ്സ് വരെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്ക് മെമ്മറി ഹയറാർക്കിക്കകത്ത് പഠിക്കാനുള്ളത്. ആ ഫിഗർ പഠിച്ചു വെക്കണം. നമുക്ക് ചോദിക്കാറുണ്ട് മെമ്മറി ഹയറാർക്കി കേട്ടോ, ക്വസ്റ്റ്യൻസിനകത്ത് വരാറുണ്ട്.